എത്രയോ ആയിരം ആളുകളുടെ ഈ മതം കൊണ്ട് ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണാതെ പോരുത്. ഈ മതമില്ലാതാകുമ്പോൾ തൊഴിൽ രഹിതരാകുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഉണ്ട്. ഇപ്പം ഗൂഗിൾ പൂട്ടിയാൽ ഉണ്ടാകുന്നതിനേക്കാൾ തൊഴിൽ നഷ്ടം മതങ്ങൾ നിരോധിച്ചാൽ ഉണ്ടാവും. ശരിയല്ലേ? അതെ അതെ. ഓ, അപ്പോൾ ഗൂഗിൾ പൂട്ടാതിരിക്കാൻ ഗൂഗിളിലെ എല്ലാ ആളുകളും ശ്രമിക്കില്ലേ? ഗൂഗിളിലെ എംപ്ലോയീസ് മുതൽ അതിൻ്റെ മാനേജ്മെൻറ്റ് മുതൽ ആ രാഷ്ട്രം മുതൽ ഗൂഗിൾ പ്രവർത്തിക്കുന്ന രാജ്യം വരെ ശ്രമിക്കില്ലേ ഗൂഗിൾ പൂട്ടിപ്പോകാതിരിക്കാൻ? ആ രാജ്യത്തിനുണ്ടാക്കി തുടങ്ങുന്ന സമ്പത്ത് അത്രയാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ മതത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് അപകടകരമാണെങ്കിൽ തീർച്ചയായിട്ടും അത് 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 പാടില്ല എന്ന് അതിൻ്റെ ബെനിഫിഷ്യറീസ് തീർച്ചയായിട്ടും ചിന്തിക്കും, പ്രവർത്തിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പലരുടെ അടുത്തും പറയാറുണ്ട്, കണ്ണടച്ച് കിടക്കുന്ന ഉടനെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ സമാധാനമുണ്ട്, സമാധാന ജീവിതത്തിൽ വേണ്ടത്. പക്ഷേ റീസെൻ്റ്ലി നമ്മൾ ചുറ്റും നോക്കിക്കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ ഒരു വിഷം പോലെ എനിക്ക് തോന്നാറുള്ളത് സോഷ്യൽ മീഡിയ ആണ്. എന്താണെന്ന് വെച്ചാൽ സക്സസ് എന്ന് പറയുന്നൊരു ചെറിയ വാക്ക് മാത്രം ഞാൻ എടുക്കാം. താങ്കളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരും അളക്കുന്നത്, ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര ആയിക്കോട്ടെ, ബിസിനസ് ഉണ്ട്, നല്ല കാറുണ്ട്, പുള്ളി യാത്രകൾ ചെയ്യുന്നുണ്ട്, കൊള്ളാം, നല്ല മിടുക്കനാണ്, ഈസ് എ സക്സസ്ഫുൾ മാൻ എന്നങ്ങ് പറയുന്നു. അങ്ങനെയുള്ള എല്ലാം വെച്ച് ആളുകൾ അളന്നു തുടങ്ങി. വലിയ കാറുകളുള്ളവർ, വലിയ വീടുകളുള്ളവർ, സോഷ്യൽ മീഡിയയിലുള്ളവർ, ദേ ആർ ഓൾ സക്സസ്ഫുൾ. അപ്പോൾ ഈ സാധാരണ സ്വപ്നങ്ങളുമായി ചെറിയ വീടുകളിൽ ജോലിയെടുത്തു വന്നു സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഫാമിലി ഒരു സക്സസ്ഫുൾ ഫാമിലി അല്ല എന്നുള്ള രീതിയിൽ ആളുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് ഇതിനേക്കാളും വലിയൊരു വിപത്തായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നത് സക്സസ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ മാറ്റിക്കളഞ്ഞു എന്നുള്ളതല്ലേ? ഈ സക്സസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ആദ്യം സാധാരണ എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ചുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് സത്യം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്സാണ്. അത്രയേ ഉള്ളൂ അതിനകത്ത് സിമ്പിളായിട്ടുള്ള കാര്യം. പലപ്പോഴും അത് എത്താതെ പോകുന്നതിൻ്റെ പല കാരണങ്ങൾ കൊണ്ടാണ്. അവരെ ആ ആളുകൾ സ്വയം തിരിച്ചറിയുന്നതിൽ വരുന്ന തെറ്റുകൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബേഴ്സായി മാറുന്ന ആളുകൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു 10,000, 3,000 അല്ലെങ്കിൽ 4,000, 5,000 പേരെ കേരളത്തിലുള്ളോ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നവർ, അല്ല അനലിറ്റിക്കൽ സ്കില്ലുകളുള്ളവർ? ഈ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ കമൻറ്റ് ഇട്ടോൻ ആ പ്രോഗ്രാം ഇട്ടോനേക്കാൻ എടുക്കാനാണല്ലോ എന്ന്. ശരിയാണ്, അത്ര ക്രിയേറ്റീവ് ആയിട്ട് കാണാറുണ്ട്. അവരുടെയൊക്കെ സ്കിൽ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഫ്രീ ആയിട്ട്, ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റും വേണ്ട, ഇവിടെ ഒരു ട്രേഡ് യൂണിയനെയും ഭയപ്പെടേണ്ട, ഒരു സർക്കാരിന്റെ ലൈസൻസ് വേണ്ട, ഒരു സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇത്രയൊക്കെ മതി അല്ലേ? അത്യാവശ്യം കോമൺ സെൻസും നാക്കിനുള്ളൊരു മിടുക്കും ഒരു മൊബൈൽ ഫോണും കയ്യിലുണ്ടെങ്കിൽ കാര്യം നടക്കും. പറ്റും. മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരും ഇല്ല ഇന്നത്തെ കാലത്ത്. എന്നിട്ടും അവരൊന്നും ചെയ്യാതെയും അതിലേക്ക് വരാത്തതിന്റെ കാര്യം എന്താ? മനോഭാവവും വീക്ഷണത്തിന്റെ പോരായ്മയല്ലേ? അതെ. അതിനുള്ള എഫർട്ട് എടുക്കാനുള്ള മനസ്സില്ലായ്മ. എനിക്ക് എൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആളുകളെ തന്നെ അറിയാം. അവർ വർത്തമാനം പറയുമ്പോൾ അവർ പ്രതിഭാശാലികളാണ്. പക്ഷേ ഇതിന് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അവരങ്ങ് നിർത്തും, മെനക്കെടാൻ തയ്യാറല്ല.